നമസ്കാരം. അടുത്ത ഒരു ദുരന്ത വാർത്ത കൂടിയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട മണർകാടിന് സമീപമുള്ള പറമ്പുകര എന്ന പ്രദേശത്ത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ വെള്ളത്തില് വീടിന്റെ സമീപത്തിരുന്ന വാട്ടർ ടാങ്ക് ഒഴുകിപ്പോയപ്പോൾ തന്നെ അത് പിടിക്കുവാൻ വേണ്ടി ചാടിയതാണ്. ശരൺ 30 വയസ്സ്, അദ്ദേഹത്തെയാണ് ഇന്നലെ കാണാതായത്. എന്നാൽ ഇന്ന് രാവിലെ തെരച്ചിൽ നടത്തിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയെന്നുള്ള വാർത്തയാണ് നമ്മളിപ്പം കേട്ടിരിക്കുന്നത്. ഇതാണ് ശരൺ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും വെള്ളം ഉയർന്നപ്പോഴത്തേന് ഇപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വെള്ളക്കെടുതിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 5 എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് അവിടുന്ന് തന്നെ കണ്ടെടുത്തിരിക്കുകയാണ്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ആ പ്രദേശവാസികളും ഫയർഫോഴ്സും അടക്കമുള്ള ആൾക്കാർ ഇന്നലെ രാത്രിയിലൊക്കെ തെരഞ്ഞെങ്കിലും ആളെ കിട്ടിയില്ലായിരുന്നു. കാരണം വീടിന്റെ മുൻവശത്ത് കൃഷിസ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ പന്തലൊക്കെ കിടന്നുകൊണ്ട് അതൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അവിടുത്തെ തെരച്ചിൽ ഭയങ്കര ദുഷ്കരമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇന്നലെ വൈകിട്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചു, ഇന്ന് രാവിലെയും വിളിച്ചായിരുന്നു. അപ്പൊ അവിടെയെല്ലാം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നും അതുപോലെ തന്നെ കോട്ടയം ഫയർഫോഴ്സ് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരെ, സ്കൂബ ഡൈവിംഗ് ടീം അടക്കമുള്ളവര് എല്ലാം വന്ന് പരിശോധനയിലാണ് ഇന്ന് മൃതദേഹം കിട്ടിയത്. അപ്പം വെള്ളക്കെടുതിയിൽ നമുക്കറിയാം, കോട്ടയത്ത് ഇപ്പൊ ഏറെക്കുറെ 5 മരണമെന്നാണ് അറിയാൻ സാധിച്ചത്. കഴിവതും ആൾക്കാർ ഇതുപോലുള്ള ദുരന്ത സ്ഥലങ്ങളിലൊക്കെ പോയി കാഴ്ചക്കാരായിട്ട് നിൽക്കാതിരിക്കുക. വെള്ളക്കെട്ടില് പരിചയമുള്ള ആൾക്കാരുമായിട്ടൊക്കെ മാത്രമേ അവിടെയൊക്കെ പോകാവുള്ളൂ. ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെളിയിൽ നിന്നൊക്കെ കാണുക. ഇതൊക്കെ നമ്മൾ പലവട്ടം ആവർത്തിച്ചിട്ടും ഇതൊക്കെ ഓരോരുത്തർ അപ്രതീക്ഷിതമായ വിയോഗങ്ങളാണ് നമ്മളെ തേടിയെത്തുന്നത്.